ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഫാമിൽ തന്നെ ബ്രീഡായിട്ടുള്ള ഗപ്പി കുഞ്ഞുങ്ങളാട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ ലൈവായിട്ടുള്ള സെയിലിൻ്റെ വീഡിയോ വരെ നമ്മുടെ ഈ ചാനൽ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മുടെ ഫാമിലുണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാട്ടോ, ഗപ്പി കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഒരു 1 മന്ത് പ്രായമായിട്ടില്ല, 1 മന്ത് ആകുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വാട്ടർ ലിറ്റ്യൂസൊക്കെ ആട്ടോ. അപ്പോൾ അതിലൊക്കെയാണ് അവർ വളർന്നു വരുന്നത്. ഇപ്പോൾ വെള്ളമെല്ലാം ഒന്ന് മാറി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അക്വാറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും കേട്ടോ. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് തന്നെ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആയിട്ട് നല്ല ഇണക്കത്തിലാണുള്ളത്. പിന്നെ നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്ന ഇപ്പോൾ പെല്ലറ്റ് ചെറുതായിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മൊയിനയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ചെറിയ ചെറിയ കൂത്താടി കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ഫുഡൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ. ഇതാണ് മോളിൽ നിന്നുള്ളൊരു വിഷലാണ്. ഇപ്പോൾ മെയിലും ഫീമെയിലൊക്കെ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാറായി. ഇതുണ്ടോ, ഇത് ഒരു മെയിലാണ്. ഇതിൻ്റെ അകത്ത് 7 ഫീമെയിലും 3 മെയിലും ഉള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനിയിപ്പം വളർന്നു വരുന്നതനുസരിച്ച് കൂടുതൽ അറിയത്തുള്ളൂ. കളറും കാര്യങ്ങളൊക്കെ കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗപ്പി വളർത്തുന്നതിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗപ്പി ബ്രീഡിങ്ങിൻ്റെ എല്ലാ മേഖലയിലൂടെയും കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളൊരു ഗപ്പി 2 പെയറിനെ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ബ്രീഡാവും, അതിന് കുഞ്ഞുങ്ങളാവും. നമുക്കതിനെ നോക്കാം. പിന്നെ അതിൻ്റെ ഫീഡ് കാര്യങ്ങൾ, അതായത് ഒരു എന്താണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ മൊത്തം വളരെ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും പെട്ടെന്ന് ഗപ്പീനെ ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ വളർത്താനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കുറച്ച് മതി കേട്ടോ. സ്പേസിൻ്റെ കാര്യം അത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഒത്തിരി സ്പേസ് ഉള്ളവർക്കോ സ്പേസ് കുറവുള്ളവർക്കോ ഇപ്പോൾ ഈ ഇതിനകത്ത് തന്നെ ഇനിയും ഇഷ്ടംപോലെ മീനെ വയ്ക്കാം. പിന്നെ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെ നമുക്കുള്ള ചെറിയ ഫുഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഗപ്പി ഫീഡ് പുതുതായിട്ട് വാങ്ങിക്കാൻ തുടങ്ങണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. ഇത് കണ്ടോ, ഈ സൈഡിൽ കൂടെ പോകുന്ന അവന് മെയിലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ടബിനകത്താണ് നമ്മൾ ഇവന്മാരെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം വെള്ളമൊക്കെ മൊത്തം ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ള് വെള്ളമെല്ലാം ഒന്ന് മാറി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന്. പിന്നെ കുറച്ച് വാട്ടർ ലിറ്റ്യൂസൊക്കെ ഉണ്ട്, അതിൻ്റെ തൈയും കാര്യങ്ങളും ഒരെണ്ണം ഇട്ട് കൊടുത്താൽ അപ്പോൾ അത് നിറഞ്ഞു. പിന്നെ അങ്ങനെ എപ്പോഴും വെള്ളം ക്ലീൻ ആക്കലില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ പ്രാണികളും കൂത്താടിയൊക്കെ വിടുക, അതൊക്കെയാണ് ഇവരുടെ ഫുഡ്. ഇതാണ് സൈഡിൽ നിന്ന് നമ്മളൊരു വ്യൂ ആണ്. ഇപ്പോൾ പുതിയൊരു ഇതിനകത്തേക്ക് മാറ്റിയപ്പോൾ അവരതെല്ലാം ഇങ്ങനെ ഓടി നടന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ തന്നെ പെട്ടെന്ന് ഇതാവും. ഞാൻ ഇവരെ ഹോൾഡ് ചെയ്യണോ ഇനിയിപ്പോൾ സെയിൽ ചെയ്യണോ? മിക്കവാറും ഇവരെ തന്നെ സെയിൽ ചെയ്യുമായിരിക്കും കേട്ടോ. ലൈവായിട്ട് നമ്മൾ സെയിൽ ചെയ്യും. ആ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ വരും. പിന്നെ കണ്ടോ, ഇതിനകത്താണ് നമ്മൾ ഇവന്മാരെ ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരാഴ്ച പോലും എടുത്തില്ല. അന്നേരം ആദ്യം ഒരെണ്ണത്തിനെ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബാക്കിയും കൂടി നമുക്ക് കിട്ടിയതാട്ടോ. അങ്ങനെ വളരെ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഗപ്പി എടുത്തിട്ട് ഇപ്പോൾ ഒരു 6-7 വർഷം കഴിഞ്ഞ ശേഷം, അപ്പം നമുക്ക് എങ്ങനെ ബ്രീഡാവും എങ്ങനെ നോക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഇതായിട്ട് കൊണ്ടുവരാൻ പറ്റി. ഇത്രയും വളർത്തി എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും അവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ അക്വാറിയം ഷോപ്പിൽ തന്നെ റിട്ടേൺ കൊടുക്കും. അവിടെ നമ്മൾ അവരെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പ്ലാനുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാരി ചെയ്യും, കൂടുതലും ചിലപ്പോൾ സെയിൽ ചെയ്യും. ഇത് പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കേട്ടോ ഇവൻ, നമ്മുടെ ഒരു അതിഥി. അവൻ്റെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോടിൽ എന്ന് പറഞ്ഞ പോലെ ആ മീനെ നോക്കിയാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഇവനെ ഇവിടുന്ന് എടുത്ത് മാറ്റി പുറത്ത് വിട്ടു. അരാപ്പൈമയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ഇത് നമ്മുടെ അടുത്തൊരു പ്ലാറ്റി ടൈപ്പ് ഫിഷ് ആട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ പോണ്ടി കിടന്ന കേട്ടോ. ഇപ്പം നമ്മൾ അക്വാറിയത്തിലേക്ക് എടുക്കുവാണെങ്കിൽ ഒരു സ്റ്റോക്കായിട്ട് ഇടുവാണെങ്കിൽ കളർ ഇതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നല്ല രസമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിൽറ്ററും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇവർക്കും ഇല്ല. പിന്നെ പെട്ടെന്ന് വെള്ളം ഇവർ ചീത്തയാക്കും, അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഒരു ബിഗിനർ എന്ന നിലയ്ക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഫിഷാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൽ വരുന്ന ഇതാട്ടോ. ഉമ്മാരുടെ വാല് കണ്ടോ, വാല് നല്ല നീളമുണ്ട്. അതാണ് മെയിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് ബാക്കി കിടക്കുന്നതൊക്കെ ഒരുവിധം ഫീമെയിലാണ്. ഫീമെയിൽസും ഉണ്ട്. ഫീമെയിലും ഉണ്ട്.
കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗപ്പീനെ പോലെ തന്നെ പെട്ടെന്ന് ബ്രീഡാവും. മഴക്കാലത്താട്ടോ ഏറ്റവും കൂടുതൽ ബ്രീഡാവുന്നത്. മഴക്കാലത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൽ നിറച്ച് ഇവരായിരിക്കും. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് വളർത്താൻ പറ്റിയൊരു ഫിഷാണിത്. പിന്നെ ഇത് നമ്മുടെ സൈഡ് വ്യൂ ആണേ, അത് നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചതാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അഡൽട്ടായിട്ടുള്ള ഫീമെയിലാണ്. അത് അങ്ങനെയാണ്. ഇവർക്ക് നമ്മളിവിടെ കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡാട്ടോ പ്രധാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പെല്ലറ്റ് ഫീഡ് പൊടിച്ചിട്ട് കൊടുക്കും, എല്ലാം കഴിച്ചോളും, അങ്ങനെയൊന്നും പ്രശ്നമുള്ളതല്ല. പിന്നെ ഇങ്ങനെ കൂട്ടായിട്ട് നടക്കുന്നതാണ് നല്ല രസമാണ്. കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കെയർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ എപ്പോഴും നോക്കണമെന്നൊന്നുമില്ല, അവരാ ഒരു സൈഡിൽ കിടന്ന് വളർന്നോളും. അങ്ങനെയുള്ളൊരു ഫീഡ്. പിന്നെ അതിൻ്റെ മെയിലിൻ്റെ കണ്ടോ, വാല് കണ്ടോ, ഒരു ബ്ലാക്ക് കളറും കൂടി കയറി വരുന്നുണ്ടോ. പിന്നെ മെയിലും ഫീമെയിലും ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ചില ഫീഡ് ചെയ്യുമ്പോൾ അതിൽ മെയിലായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഫീമെയിലായിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ മിക്സഡായിട്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായി കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവരെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷാണ്, എപ്പോഴും ഇങ്ങനെ ഓടി ചാടി നടന്നോളും. അപ്പോൾ താങ്ക് യു.